കേരള സർവകലാശാലയിൽ അധികാര തർക്കവും ഭരണസ്തംഭനവും തുടരുന്നു. വിസിയുടെ നിർദ്ദേശം മറികടന്ന് ഡോക്ടർ കെ.എസ്. അനിൽകുമാറിന് ഈ ഫയലുകൾ കൈമാറി. രജിസ്ട്രാറുടെ ചുമതലയിൽ വിസി നിർദ്ദേശിച്ച മിനി കാപ്പന് ഫയൽ ട്രാൻസ്ഫർ ID കൈമാറിയിട്ടുമില്ല. എന്നാൽ അനിൽകുമാർ കൈകാര്യം ചെയ്യുന്ന ഫയലുകൾ തീരുമാനമെടുക്കാതെ മാറ്റിവെക്കാനാണ് വിസിയുടെ നിർദ്ദേശം. ഇതോടെ സർവകലാശാല ഭരണം പൂർണ്ണസ്തംഭനത്തിലേക്ക് നീങ്ങുകയാണ്. വി അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അരുൺ, അസാധാരണമായ ഭരണ പ്രതിസന്ധിയാണ് സർവകലാശാല നേരിടുന്നത് എന്നതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ പ്രതിഷേധങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ പൂർണ്ണമായും സർവകലാശാല ആസ്ഥാനത്തിന്റെ പ്രവർത്തനം നിശ്ചലമാകുന്നത് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ പഴയ വിസി വീണ്ടും അദ്ദേഹത്തിന്റെ ചുമതല തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പഴയ വിസി അല്ല, ക്ഷമിക്കണം, രജിസ്ട്രാർ അനിൽകുമാർ വീണ്ടും ഇന്നും അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കുവാൻ വേണ്ടി ആസ്ഥാനത്തേക്ക് എത്തും. അതിനപ്പുറം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഉത്തരവ് നൽകിയിട്ടുണ്ട് മിനി കാപ്പന് രജിസ്ട്രാർ എന്ന നിലയിൽ അവരുടെ ഡ്യൂട്ടി തുടരാൻ വേണ്ടി. പക്ഷേ ഫയൽ ID അനിൽകുമാർ കൈമാറുന്നില്ല. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ ഭരണ നിർവഹണത്തിൽ സർവകലാശാല ആസ്ഥാനത്ത് എന്നതാണ് വാസ്തവം. ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കായിരിക്കാം സർവകലാശാല ആസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? ഇന്നും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ തന്നെ സർവകലാശാല ആസ്ഥാനത്തെ പ്രവർത്തനം പൂർണ്ണ തോതിൽ സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ? ആര്യ, മനോഹരമായ ക്യാമ്പസാണ് കേരള സർവകലാശാല ആസ്ഥാനത്തേത്. ഈ നഗര മധ്യത്തിലാണെങ്കിൽ പോലും, നഗരത്തിലെ ഏറ്റവും പ്രധാന കേന്ദ്രത്തിലാണെങ്കിൽ പോലും നല്ല വിശാലമായ ക്യാമ്പസ്, വിദ്യാർത്ഥികൾക്ക് വന്നിരിക്കാനും അത്യാവശ്യ പഠന പ്രവർത്തനങ്ങൾക്കുമൊക്കെയുള്ള ഇടങ്ങളുമൊക്കെയുള്ള വളരെ സമാധാനപരമായ അന്തരീക്ഷമുള്ളൊരു ക്യാമ്പസായിരുന്നു കേരള സർവകലാശാലയുടെ. പക്ഷേ ഇപ്പോൾ ഈ മനോഹര ക്യാമ്പസിൽ ഇത്തരമൊരു സമാധാനം വരണമെങ്കിൽ ഒന്നുകിൽ 5 മണിക്ക് ശേഷമോ 6 മണിക്ക് ശേഷമോ ഓഫീസ് സമയം കഴിയണം, അല്ലെങ്കിൽ അതിരാവിലെ എത്തണം. എങ്കിൽ മാത്രമേ ഈ ഒരു സമാധാന അന്തരീക്ഷം ഈ സർവകലാശാലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള സാഹചര്യം അനുസരിച്ച് ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ ഇത് എത്ര നാൾ ഇങ്ങനെ പോകുമെന്ന ചോദ്യമാണ് അക്ഷരാർത്ഥ വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ രംഗത്തുള്ളവരെയും ഒക്കെ അലട്ടുന്നത്. വലിയ പ്രതിഷേധങ്ങൾക്ക് കഴിഞ്ഞ 2 ആഴ്ചയായി സർവകലാശാല ആസ്ഥാനം വേദിയാകുന്നു. അത് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് അക്ഷരാർത്ഥത്തിൽ ഭരണസ്തംഭനത്തിലേക്ക് കേരള സർവകലാശാല മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആരാണ് രജിസ്ട്രാർ എന്നതിനെക്കുറിച്ചുള്ള തർക്കമാണ്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാടനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ തീരുമാനമനുസരിച്ച് കെ.എസ്. അനിൽകുമാർ തന്നെയാണ് സർവകലാശാലയുടെ രജിസ്ട്രാർ. അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ കഴിഞ്ഞ ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗം പിൻവലിച്ചിരുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ വിസിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും അത് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ സിൻഡിക്കേറ്റിലെ BJP അംഗങ്ങളുമൊന്നും അത് അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് മിനി കാപ്പന് ചുമതല കൈമാറിക്കഴിഞ്ഞു. മിനി കാപ്പനാണ് സർവകലാശാലയുടെ പുതിയ രജിസ്ട്രാർ. അതിൻ്റെ ഭരണനിർവഹണം നടത്തേണ്ടത് രജിസ്ട്രാറാണ്. അത് പൂർണ്ണമായും മിനി കാപ്പൻ തന്നെ ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നു. പക്ഷേ മിനി കാപ്പൻ ഇതുവരെ ആ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അവർക്ക് ഓഫീസിലേക്ക് എത്താൻ ആയിട്ടില്ല. ഈ രജിസ്ട്രാറുടെ ഓഫീസിൽ ഇന്നലെയും എത്തിയത്, എല്ലാ വിലക്കുകളും മറികടന്നുകൊണ്ട് എത്തിയത് അനിൽകുമാറാണ്. അദ്ദേഹത്തിന് ഈ ഫയൽ സംവിധാനത്തിലൂടെയാണ് സർവകലാശാലയിലെ പ്രധാനപ്പെട്ട ഫയലുകൾ കൈകാര്യം ചെയ്യുന്നത്. ഈ ഫയൽ സംവിധാനത്തിലൂടെ ഫയലുകൾ കൈകാര്യം ചെയ്യാനുള്ള അനുമതി അദ്ദേഹത്തിന് VC നൽകിയിരുന്നില്ല. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും ഇടത് അനുകൂല ജീവനക്കാരുടെയും പിന്തുണയോടുകൂടി അനിൽകുമാർ ആ അനുമതി തിരിച്ചു പിടിച്ചു. അദ്ദേഹത്തിന് ഡിജിറ്റൽ സിഗ്നേച്ചറും അതുപോലെ തന്നെ ഈ ഫയൽ സംവിധാനവും നോക്കാനുള്ള പെർമിഷൻ അദ്ദേഹം നേടിയെടുത്തു. ഓൺലൈൻ പെർമിഷൻ അദ്ദേഹം നേടിയെടുത്തു. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നത്. മറിച്ച് മിനി കാപ്പന് അതിനുള്ള അനുമതി ഇതുവരെയും സർവകലാശാല നൽകിയിട്ടെന്ന് പറയുമ്പോൾ VC അനുമതി നിർദ്ദേശിച്ചെങ്കിലും ജീവനക്കാർ അത് തയ്യാറായിട്ടില്ല. ഇടത് യൂണിയന് വലിയ സ്വാധീനമുള്ള ഒരു സർവകലാശാല കൂടിയാണ്. അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റ് തീരുമാനമനുസരിച്ചാണ് ജീവനക്കാരും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ കണ്ടതാണ് രജിസ്ട്രാർ അനിൽകുമാറിനെ ക്യാമ്പസിൽ പോലും കയറ്റരുതെന്ന് സെക്യൂരിറ്റി ജീവനക്കാർക്ക് VC നിർദ്ദേശം നൽകുമ്പോൾ അതെല്ലാം മറികടന്ന് അദ്ദേഹം ഓഫീസിലെത്തി തന്റെ ചുമതല നിർവഹിക്കുന്നു. അവിടെ VCയുടെ നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ല. അതേ സാഹചര്യം തന്നെയാണ് മിനി കാപ്പന്റെ കാര്യത്തിൽ. മിനി കാപ്പൻ ആണ് എല്ലാ ഫയലുകളും കൈകാര്യം ചെയ്യേണ്ടതെന്ന് VC പറയുമ്പോൾ അതിനുള്ള അനുമതി അവർക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. മാത്രമല്ല മിനി കാപ്പന് ഫയലുകൾ കൈമാറേണ്ട എന്ന നിർദ്ദേശം സിൻഡിക്കേറ്റ് ജീവനക്കാർക്ക് നൽകിയിട്ടുമുണ്ട്. പക്ഷേ അനിൽകുമാർ കൈകാര്യം ചെയ്യുന്ന ഫയലുകളാകട്ടെ നടപടിയില്ലാതെ പോവുകയും ചെയ്യും. കാരണം അനിൽകുമാർ കൈകാര്യം ചെയ്യുന്ന ഫയലുകളിലൊന്നും തീരുമാനമെടുക്കേണ്ട എന്നാണ് VCയുടെ നിർദ്ദേശം. VCയുടെ കൂടെ തീരുമാനം പല കാര്യങ്ങളിലും വേണ്ടിവരും. ആ ഫയലുകൾ മാറ്റിവെക്കാനാണ്
ഡെപ്യൂട്ടി രജിസ്ട്രാർമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം, ജോയിന്റ് രജിസ്ട്രാർമാർക്ക് VC നൽകിയ നിർദ്ദേശം. അങ്ങനെ അനിൽകുമാർ എന്ത് തീരുമാനമെടുത്താലും അത് നടപ്പാകില്ല, അത് മാറ്റിവെക്കും. പക്ഷേ രജിസ്ട്രാറുടെ ചുമതലകൾ നിർവഹിക്കാൻ മിനി കാപ്പന് കഴിയുന്നില്ല. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ സർവകലാശാല ഭരണം സ്തംഭിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്നും VC മോഹൻ കുന്നുമൽ സർവകലാശാലയിലേക്ക് എത്തില്ലെന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. അദ്ദേഹം കോഴിക്കോട്, അദ്ദേഹം ആരോഗ്യ സർവകലാശാലയുടെ VC ആണ്. കേരള സർവകലാശാലയുടെ ചുമതല മാത്രം അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരോഗ്യ സർവകലാശാലയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോടാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഇന്നും അദ്ദേഹം ഇവിടെ എത്തിയില്ല. അദ്ദേഹം എത്തിയാൽ പ്രതിഷേധിക്കാൻ SFI തയ്യാറാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം എത്താത്തതുകൊണ്ട് അത്തരം പ്രതിഷേധങ്ങൾ ഒരുപക്ഷേ സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ടാകേണ്ട സാധ്യത വിരളമാണ്. ഏതായാലും 10 മണിയോടുകൂടി രജിസ്ട്രാർ അനിൽകുമാർ ഇവിടേക്ക് എത്തും. അദ്ദേഹം പതിവ് പോലെ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ അതിലും ഒരു ആശയക്കുഴപ്പമുണ്ട്. എങ്ങനെയാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പോകുന്നത്, എത്ര നാൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകും എന്ന് VC ഇവിടെ എത്തും. ഇതിനപ്പുറത്തേക്ക് VC കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ രാജ്ഭവൻ ചാൻസലറുടെ ഓഫീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിന് കടുത്ത നടപടിയിലേക്ക് ഗവർണർ നീങ്ങുമോ എന്നും കണ്ടറിയണം. ഏതായാലും അക്ഷരാർത്ഥത്തിൽ ഭരണസ്തംഭനം നമ്മൾ ഇന്നലെ കണ്ടതാണ്. വലിയ പ്രതിഷേധങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാകുമ്പോൾ നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങാനും ഫീസ് അടയ്ക്കാനും ഒക്കെ വന്ന് പോകുന്ന സ്ഥലമാണ്. ഇവിടെ തന്നെ ക്യാമ്പസിൽ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സർവകലാശാല ആസ്ഥാനത്തിന് അവിടേക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ വരവും പോക്കുമൊക്കെ പ്രശ്നമാകുന്നു. സമാധാന അന്തരീക്ഷം പൂർണ്ണമായും തകരുന്ന സാഹചര്യമുണ്ട്. അതിനപ്പുറം ജീവനക്കാർക്ക് മറ്റ് ജോലികൾ ചെയ്യേണ്ട സാഹചര്യമില്ല. അവർ പൂർണ്ണമായും ഇവിടുത്തെ സമരം കണ്ട് രസിക്കുകയും അതുപോലെ തന്നെ ഫ്രീ ടൈം ആഘോഷിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ സർവകലാശാല ഭരണം അക്ഷരാർത്ഥ സ്തംഭനാവസ്ഥയിലാണ്. പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഫയലുകളും പെൻഡിംഗ് ആണ്. എങ്ങനെ ഈ ഭരണസ്തംഭനം മറികടക്കുമെന്നത് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളിയും കൂടിയാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനാണ് സർവകലാശാലയുടെ നിയന്ത്രണവും മേൽനോട്ടവും ഒക്കെ. അത്തരമൊരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ എന്ത് നടപടിയെടുക്കുമെന്ന് കണ്ടറിയണം. ഒരു നടപടിയെടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. രാഷ്ട്രീയ പോരായി മാറുമ്പോൾ സ്വാഭാവികമായും ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്കില്ല. ഗവർണറാകട്ടെ ഇതിൽ കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുമില്ല. അങ്ങനെ കേരള സർവകലാശാല സംസ്ഥാനത്തെ എന്നല്ല രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച കേരള സർവകലാശാല ഇപ്പോൾ പൂർണ്ണമായ ഭരണസ്തംഭനത്തിലേക്ക് പോവുകയാണ് ആര്യ ഓരോ ദിവസവും. തീർച്ചയായും VV അരുണാണ് വിശദാംശങ്ങളുമായി സർവകലാശാലയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അരുൺ സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സർവകലാശാലയിൽ ഈ പ്രതിഷേധം ഇത്തരത്തിൽ തുടരുമ്പോഴും രാഷ്ട്രീയപരമായി ഈ പോര് തുടരുമ്പോഴും ഒക്കെ സ്വാഭാവികമായി അവിടെ നിശ്ചലമായി പോകുന്നത് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട പഠന സൗകര്യം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് അനുബന്ധ നടപടിക്രമങ്ങളുടെ നീക്കുപോക്കുകളുമൊക്കെയാണ്. പക്ഷേ അത്തരത്തിലുള്ള ഫയലുകളൊന്നും നീങ്ങുന്നില്ല. അത്തരത്തിലൊരു പ്രതിസന്ധി, ഭരണസ്തംഭനം, പൂർണ്ണമായ രീതിയിലുള്ള ഭരണസ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് ആശങ്ക.